എന്തൊട്ട് പരിപാടിയാടാ കൗട്ടസ് കാണിച്ചേ. ഇന്നലെങ്കിലും നമ്മുടെ വിരിവിൻ്റെ പെങ്ങളല്ലടാ. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോഴേ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയാന്നേ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ, ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. 100 രൂപ ഞാനോടാടാ, എനിക്കൊരു വര കൊണ്ടടാ. പിന്നെ വരിന്ന് പറയാ കൊണ്ടടാ. എന്താണ് പെട്ടെന്ന് വാർത്ത നോക്കിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തും हिंदुस्तान को बचाने के लिए, हिंदुस्तान के हर नागरिक को बचाने के लिए, പരീക്ഷിക്കണേ. आपको बचाने के लिए അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കട്ടെ. നാളെ തൊട്ട് ലോക്ക്ഡൌണാ. ലോക്ക്ഡൌണോ? അതെന്തൂട്ടാ? ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കും. ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭക്ഷ്യസാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി. ആലോചിക്കും. സ്വകാര്യ എന്ത് പ്രൈവറ്റ് കാരിയർ വാഹനം കൊറോണ? സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. സാർ ചേട്ടാവിളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ മാസ്ക് സാർ? പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ, മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. അങ്ങനെ സാർ? ഏടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സാർ. ഓക്കേ സർ, ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഓക്കേ സാർ. ഈ ചൈനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒറിജിനലായി പോയില്ലേ ദൈവമേ? ദവാല്ലേ? ദേവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടോ? വേഗം കേട്ടോ, വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി കണക്കി വെച്ചോ. കുണി വരികയാണോ സാറേ? ഇങ്ങനെ പിടിച്ചോ, ഇങ്ങോട്ടോ. സാർ, ഞാൻ എക്സാർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കിയടിച്ച് പൊളിച്ചിരിക്കും. സതീശ, ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ.